ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലെ സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നല്ല അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെട്ടാൽ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ജോലിയാണ് ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും ഇവിടെ ഒന്ന് തീർത്തു പോവാം. ഓക്കെ, അപ്പം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്? എക്സൈസ് അല്ലെ, കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ എന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സിവിൽ എക്സൈസ് ഓഫീസർ എന്നൊരു തസ്തിക വരുന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 27,900 to 63,700. നല്ലൊരു സാലറി പാക്കേജ് ആണ് അല്ലെ. 27,900 തൊട്ട് 63,700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അല്ലേ നമ്മുടെ വാക്കൻസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേക്കൻസീസ് എങ്ങനെയാണ്? ഇതെന്താണ്, ഒരു ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാ ജില്ലകളിലും അവസരങ്ങൾ ഉണ്ടായിരിക്കും. ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അല്ലേ ഇതിന്റെ മറ്റ് എക്സാമുകളെ പോലെയല്ല ഇതിന് എന്തുണ്ടായിരിക്കും, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് എൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പോൾ ആദ്യം എൻഡൂറൻസ് ടെസ്റ്റ് ആണ് നടത്തുക. ഈ എക്സാം ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ എന്താണ്, എൻഡൂറൻസ് ടെസ്റ്റിന് വിളിക്കും. ഈ എൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ ഓട്ടാണ്. 2.5 കിലോമീറ്റർ ഓട്ടം എത്ര മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടിയെത്തണം? 13 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ലൊരു ടാസ്ക് തന്നെയാണ് അത്. 2.5 കിലോമീറ്റർ ദൂരമാണ്, 13 മിനിറ്റ് കൊണ്ടാണ് ഓടിയെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓടിയെത്താൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിൽ ആ ടെസ്റ്റ് കഴിഞ്ഞാൽ അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 8 ഐറ്റംസ് ആണ് ഉണ്ടാവുക. അതായത് 100 മീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, അതുപോലെ ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ റോപ്പ് ഉണ്ട്, അതുപോലെ പുള്ളപ്പ്, പിന്നെ 1500 മീറ്റർ ഓട്ടം. ഓക്കെ, ഇതിൽ ഈ 8 ഐറ്റത്തിൽ നമുക്ക് 5 ഐറ്റം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി. ഓക്കെ, എന്താണ്, 8 ഐറ്റത്തിൽ 5 ഐറ്റം മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി. ഇതും കഴിഞ്ഞ് ഇതിലും ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ കേട്ടോ. അപ്പം അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെടേണ്ട ഒരു എക്സാം കൂടിയാണിത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അടുത്തുള്ള ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള അത്യാവശ്യം ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യാം, ഈ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. ആദ്യമൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് വാമപ്പ് ആയിട്ട് ചെയ്യാം. പിന്നീട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലെവൽ കൂട്ടി കൊണ്ടുവന്നാൽ മതി. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഐറ്റംസ് ഒന്നും ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത്, പണി കിട്ടും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള അഡ്വൈസിൻ്റെ ഇതൊന്ന് ജസ്റ്റ് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 81ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വാക്കൻസീസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 81 അഡ്വൈസ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 59 പേർക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ 72 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ തൃശ്ശൂരാണെങ്കിൽ 61 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റുള്ള ജില്ലകളും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ഉണ്ട്. അപ്പം അത്യാവശ്യം എല്ലാ ജില്ലകളും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000-ന്റെ അടുത്ത് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ ജില്ലകളും കൂട്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട സിലബസിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. എന്തായിരിക്കും സിലബസ് എന്ന് പറയുന്നത്? നിങ്ങളുടെ 10th ലെവൽ പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഇതിലും ഉള്ളത്. അതായത് നമ്മുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കേരളം, ഭരണവും ഭരണ സംവിധാനവും, പിന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, കലാ, കായികം, സാഹിത്യം, സംസ്കാരം, പിന്നെ കറണ്ട് അഫേഴ്സ് ഉണ്ട്, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ മലയാളം. ഓക്കെ, ഇത്രയും നമ്മുടെ 10th ലെവലിൻ്റെ അതേ സിലബസ് തന്നെയാണ്. കൂടാതെ ഇതിനോടുകൂടി എന്തുണ്ട്, ഒരു 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. അതിൻ്റെ ഒരു കാൽഭാഗം പോയിട്ടല്ലേ, 1/4 ഭാഗം പോലും ഇതിന് എന്തില്ല, പഠിക്കേണ്ടതായിട്ടില്ല. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഈ ഒരു എക്സൈസ് ഓഫീസറിന് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണുള്ളത്. ഓക്കെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ലേ ഇതിൻ്റെ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്സിൽ വരുന്നത് അബ്കാരി ആക്ടിനെ കുറിച്ചിട്ടുണ്ട്, അതുപോലെ NTPC ആക്ട്, പിന്നെ വെയർ ഹൗസ് റൂള്, അതുപോലെ കോഡ് പാക്ട് ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ IT കൂടി ഉണ്ട്. IT ഒക്കെ 2 മാർക്കേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ളത് വായിച്ചിട്ട് നിങ്ങളാരും ടെൻഷൻ ആവുമെന്ന് വേണ്ട. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ എക്സാം ഒക്കെ നടന്ന സമയത്ത് ഇറക്കിയ പുസ്തകങ്ങൾ തന്നെ നമുക്ക് പഠിച്ചാൽ മതി. വളരെ ചെറിയ കട്ടിയിലുള്ള പുസ്തകങ്ങളാണ് ഇതിലും പഠിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ
ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാം എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു മെയ് അല്ലേ, ഒരു മെയ് അതുപോലെ ജൂലൈ ഈ ഒരു ടൈമിലായിരിക്കും എക്സാം ഉണ്ടാവാൻ സാധ്യത. ഏകദേശം നമുക്കൊരു 6 മാസത്തിൻ്റെ അടുത്ത് സമയം കിട്ടും. ഓക്കെ, അല്ലെ, ഒന്നും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു 6 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനക്കെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ, ഇതേപോലെ തന്നെയാണ്, കുറച്ചൊന്ന് കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ കിട്ടാനുള്ള 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. ഇപ്പം ഈ പറഞ്ഞ ഞാൻ തന്നെ സ്കൂൾ ലെവലാണെങ്കിലോ കോളേജ് ലെവലിലാണെങ്കിലോ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് അല്ലേ. സ്പോർട്സിൻ്റെ അന്ന് സ്കൂളിൽ പോലും പോകാത്ത ഒരാളും കൂടിയാണ് ഞാൻ. ഞാൻ ഈ ഒരു 3-4 മാസം കൊണ്ട് ഫിസിക്കൽ അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഒക്കെ പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലെവൽ മനസ്സിലാവും. ഓക്കെ, എങ്ങനെയായിരിക്കും എന്ന്. അതുപോലെ നമുക്ക് സീറോ ആയ ആൾക്ക് പോലും ഹീറോ ആവാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ്. നമ്മൾ അതിനുള്ള മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, പ്രാക്ടീസും കൂടി ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അല്ല വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നടക്കുക. ഒരു 1-2 ആഴ്ച എന്ത് ചെയ്യുക, നടക്കുക. ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ നടന്നു പോവുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ നിങ്ങളുടെ ലെവൽ കൂട്ടുക അല്ലേ. അതായത് 2-3 റൗണ്ടൊക്കെ ഓടാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു 2-3 മാസം അങ്ങനെ കൊണ്ടുപോവുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഐറ്റംസ് ഒക്കെ ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിന് ഏറ്റവും നല്ലത് നല്ലൊരു കോച്ചിൻ്റെ സഹായം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു കോച്ചിൻ്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ ആരംഭിക്കുക. ഒരു 6 മാസം കൊണ്ട് തന്നെ പഠിച്ച് ജോലി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, താങ്ക് യു.